ഹോട്ട് സീറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം രേണുസുതി. താങ്കൾ അറിയപ്പെടുന്നത് മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കളിയാക്കാൻ ഒരു കോമാളി പീസായി മാറുന്നു. കോമാളിയായിട്ട് തന്നെയാണെന്നാണ് തോന്നുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അങ്ങനെ തന്നെയാണ്, കാരണം എല്ലാരും ഇട്ട് കളിയാക്കുവാണല്ലോ. അപ്പൊ ഒരു കോമാളിയാണല്ലോ അങ്ങനെ കളിയാക്കേണ്ടത് വരുന്നത്. അങ്ങനെ ഒരു കോമാളി വേഷം സ്വയം എടുത്ത് അണിയാനുള്ള കാരണം എന്തായിരുന്നു? നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമേനിയാക്സ് എന്നെ ബോഡി ഷേമിങ് ആ ബാധചൂടം കളിയാക്കും. രേണുസുതി കാണിക്കുന്ന ഇച്ചിരി ഓവർ അല്ലേ? ഇനി മുന്നോട്ടും എനിക്ക് കാണിക്കണമെന്ന് തോന്നിയ എന്റെ ഒരു പരിധി ഉണ്ട്, അതിനനുസരിച്ച് ഞാൻ കാണിച്ചിരിക്കും. അതിനി ആര് പറഞ്ഞാലും. சத்தியமா சொல்றேன் சார், நான் இது சும்மா ஹாபிக்காக பண்ணல, 100% പ്രൊഫഷണൽ. ഇപ്പൊ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ്? ഞാൻ അങ്ങോട്ട് കയറി സൃഷ്ടിച്ച കള്ളമല്ലേ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ. ഇപ്പൊ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം, അങ്ങനെ പോണോന്നൊരു ഇതിലാണല്ലോ പറയുന്നത്, തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു നമുക്ക് തോന്നുന്നു. അങ്ങനെ എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയിപ്പോയി എനിക്ക്. അതൊരു ഈ സൈക്കോസിനെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സൈക്കോ ആയിപ്പോയെന്ന് തോന്നും. ആണോ? സൈക്കോപാത്തിന്റെ ഒരു ലെവലായി ഏകദേശം. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. ഇല്ല, പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? എനിക്ക് പൈസ ആവശ്യമുണ്ട്, കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം. എന്റെ വീട്ടില് ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്, എന്റെ പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. സൂചേട്ടൻ മരിച്ചും പോയി. ദുബായി പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, സൂചേട്ടൻ മരിച്ചാ പോയത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.